ഒരു മനുഷ്യൻ ഒരു ആവശ്യത്തിന് ഇറങ്ങുമ്പോൾ അതിനനുസരിച്ചിട്ട്. ഓ കർത്താവ്, ഇത് ഉണങ്ങിയില്ലേ? എടേ അൻസാറേ, നീ ഇങ്ങനെ മിനിറ്റ് വിളിച്ചോണ്ടിരിക്കല്ലേ? ഞാൻ ഇപ്പോൾ ഇറങ്ങാൻ പോവല്ലേ? എടേ, കുറച്ച് മുമ്പ് നടരാജൻ വിളിച്ച്. ഇപ്പം നീ വിളിക്കുന്നത് എത്രാമത്തെ പ്രാവശ്യമാണ്? നിങ്ങളടുത്ത് വർത്താനം പറഞ്ഞതിന് ഞാൻ ഒരുപാട് ലേറ്റായി. നീ പാർട്ടി ഓഫീസിൽ എത്തിയില്ലേ? എടാ, മറ്റേ ബാനർ ഒന്ന് കൊണ്ട് കൊടുക്കണമെന്ന് പറഞ്ഞല്ലേ നീ? വീട് കാണിക്കാൻ എടേ, അതിനാ നീ ഈ കിടന്ന് ഇത്രയും? ലോനപ്പനെ വീട് കാണിക്കാൻ ഇനി ഞാനില്ല. വേണ്ട, ആ പരിപാടിക്ക് ഞാനില്ല. കഴിഞ്ഞ 2 ആഴ്ചയായിട്ട് കയറി ഇറങ്ങാണ്. എൻ്റെ സ്ലിപ്പർ കുറേ തേഞ്ഞു. എടാ അൻസാറേ, നിനക്ക് വേറെ പണിയൊന്നുമില്ലേ? എടാ നടക്കൂലെന്ന് ഞാൻ പറയണ്. വെറുതെ സമയം കളയല്ലേ. നീ വേറെ വല്ല പണിക്കും പോകാൻ നോക്ക്. ആ നടരാജൻ്റെ അടുത്തോടെ പറഞ്ഞുതരാം. ഇനി ലോനപ്പനെ വീട് കാണിക്കാമെന്ന് പറയാം. എന്നെ വിളിക്കല്ലേ. വിട്ടാരാ. ഓ അതിൻ്റെ സൗകര്യം പോലെ ചെയ്. വെറുതെ മനുഷ്യനും. ഇവിടെ കാണിക്കാനുള്ള കുഴുത്തുരുമ്പൊക്കെ കാണിച്ചിട്ട് നിങ്ങൾക്ക് ഇപ്പോൾ വലിയ വിഷമം തീർന്നു. ഇപ്പം നിങ്ങൾക്ക് ഷർട്ടൊന്നും വേണ്ടേ? എന്ത് ചെയ്യാൻ തങ്കം? എൻ്റെ കൂടെ 2 വാനരന്മാരില്ലേ, ബുദ്ധിയില്ലാത്ത അവന്മാരിങ്ങനെ ഓരോ ഏടാകൂടങ്ങൾ ഒപ്പിച്ച് ഞാൻ വെറുതെ ആവശ്യമില്ലാതെ നിൻ്റെ അടുത്ത് ദേഷ്യപ്പെട്ട്. അയ്യോ, ആവശ്യമില്ലാതെ ദേഷ്യപ്പെട്ട് ഈ നനഞ്ഞ് നിൽക്കണത് നിങ്ങളാ കാണിച്ചു വെച്ചേക്കണത്. അറിയാമോ അത്? അതെ, ഇതെന്താണെന്നറിയാമോ? എന്താ? ആ വില്ലേജ് ഓഫീസിൻ്റെ അടുത്തുള്ള ലോനപ്പൻ എന്ന് പറയുന്ന ഒരു കക്ഷിയുണ്ട്. അതൊക്കെ അറിയാം. മുമ്പ് നിൻ്റെ കനകനെയൊക്കെ അറിയാം. ഇവിടെ വന്നിട്ടുണ്ട്. അയാളുടെ വീട് പൊളിച്ച്, പഴയ വീട് അത് പൊളിച്ചിട്ട് പുതിയ വീട് വെക്കണവരെ താമസിക്കാൻ വാടകയ്ക്കൊരു വീട് വേണമെന്ന് പറഞ്ഞു. കഴിഞ്ഞ 2 ആഴ്ചയായിട്ട് 10ഓളം വീട് കാണിച്ച്. ഒരു വീട്ടിൽ ചെല്ലുമ്പോൾ അടുക്കള ശരിയല്ല, മറ്റിടത്തെല്ലാം കുളിമുറി ശരിയല്ല, പിന്നെ ചെല്ലുമ്പോൾ കക്കൂസ് ശരിയല്ല. കക്കൂസ് ശരിയാകുമ്പോൾ പറയും അത് മുറ്റം ശരിയല്ല, വണ്ടി ഇടാനില്ല, അങ്ങനെയല്ല ഇങ്ങനെയല്ല പറഞ്ഞ് ഞങ്ങളെ മെനക്കെടുത്തിട്ട് ഒരു ചായയുടെ പൈസ പോലും തന്നില്ല. ഇനി അയാൾക്ക് വീട് കാണിക്കാൻ വീണ്ടും ഈ അൻസാർ വിളിച്ചു. അതിനാണ് നിങ്ങൾ പോണില്ല. പിന്നെ എൻ്റെ പട്ടി പോകും ഇനി അവന് വേണ്ടി. അത് നടപടി ഇല്ല. മൊണ്ടി കൊട്ടേഷനാണെന്ന് എനിക്കറിയാമല്ല. ഇവന്മാർക്ക് ഭ്രാന്ത്. വെറുതെ അവന്മാരെ പറ്റിയുള്ള അഭിപ്രായം എന്താ? അവന്മാരെ പറ്റിയുള്ള അഭിപ്രായം അൻസാർ ഇങ്ങനെ കുറേ മണ്ടത്തരം കാണിച്ചിട്ട് ഒരു മണമളാങ്ങനായിട്ട് ഇങ്ങനെ നടക്കും. പിന്നെ നടരാജനെ കുറിച്ച് പറയുകയാണെങ്കിൽ, മണ്ടത്തരം നടരാജൻ്റെ ചേട്ടനാണോ അതോ നടരാജൻ മണ്ടത്തരത്തിൻ്റെ ചേട്ടനാണോ എന്നൊരു സംശയമുണ്ട്. അതൊന്നും തിരിച്ചറിയുന്നുണ്ട്. അപ്പം ഇനിയിപ്പോൾ പോണില്ല. ഇന്നിപ്പോൾ എവിടെ പോയി? വേറെ പരിപാടിയൊന്നും ഇല്ലല്ലോ. ഇന്നിപ്പോൾ കനകൻ ഡ്യൂട്ടിക്ക് പോകും. പിന്നെ നീയും കൊച്ചും മാത്രമേ ഉള്ളൂ. മുത്ത് ട്യൂഷന് പോയേക്കണം. പിന്നെ ലില്ലി മോളില്ല അവിടെ. അവളുണ്ടായിരുന്നെങ്കിൽ എനിക്കിവിടെ നിൽക്കായിരുന്നു. അല്ല, ടെൻഷൻ ഇല്ലാതെ പോകായിരുന്നു എവിടെയെങ്കിലും. ഓ, ഞങ്ങളിവിടെ ഒറ്റയ്ക്കാവണേൻ്റെ ടെൻഷനാ. അങ്ങനെ അല്ലേ? പിന്നെ അല്ലാതെ നിന്നോട് അത്ര ടെൻഷൻ വേണ്ട. ഇവിടെ വെറുതെ ഇരിക്കണ്ട. പോയി ആ ഇലക്ട്രിസിറ്റി ഓഫീസിൽ പോയിട്ട് കറണ്ട് ബില്ല് അടച്ചിട്ട് വാ. പാലിൻ്റെ പൈസയും കൊടുക്കാനുണ്ട്, അതും കൊടുത്തിട്ട് വാ. ഇലക്ട്രിസിറ്റി ഓഫീസിൽ പോയിട്ട് ഇങ്ങനെ ഇളിച്ച് കാണിച്ചാൽ ബില്ലടച്ച് തരുമോ? ഇങ്ങനെയാണോ സ്ഥിരം കാണിക്കാറ്? എൻ്റെ പൈസയില്ല. നിൻ്റെ വല്ലതും ഉണ്ടെങ്കിൽ ഞാൻ പോയി അടയ്ക്കാം. നുള്ളി പറയ്ക്കാം. എൻ്റെ 10-70 രൂപ കാണും. അതുകൊണ്ടൊന്നും നടക്കൂല. അപ്പം അതാണ് പറഞ്ഞത്, സമാധാനമായിട്ടിരിക്കുക. നാളെ മറ്റന്നാ കുറച്ച് പൈസ വരാണ്ട് ഒരു തടി കച്ചവടം ചെയ്തതന്നെ. അത് വന്നു കഴിഞ്ഞാൽ എല്ലാ പുല്ലും അടയ്ക്കാം. ഓ, എപ്പോഴും വരാനുണ്ടെന്ന് പറയുന്ന പൈസ അല്ലേ അത് വന്നത് തന്നെ. ഒന്ന് പോ ക്ലീറ്റോ. അതല്ല, ഇതിപ്പം മറ്റന്നാന്നൊരു ദിവസം ഉണ്ടെങ്കിൽ ഇതോ ആ വഴി കൂടെ പൈസ. ഒരു പ്രശ്നം തീരുമ്പോൾ ഇതാ അടുത്ത പ്രശ്നം എന്താ വരുന്നത്? അതെ, പിരിവ് ടീമാണ്. ചോദിച്ചാൽ ഞാൻ ഇവിടെ ഇല്ലാന്ന് പറഞ്ഞാൽ മതി കേട്ടോ. ഇല്ലാന്നൊക്കെ നീ പറഞ്ഞാൽ മതി.